ഹായ്, വെൽക്കം ടു മൈ ചാനൽ ജേർണി വിത്ത് പത്മ മൊയ്തീൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് തേങ്ങ കൊത്ത് മസാല. എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയിൽ നിന്നാണ് എനിക്ക് ഈ റെസിപ്പി കിട്ടിയത്. നിങ്ങൾ ഇനി ബീഫ് വാങ്ങുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. ഇതിന് വേണ്ടുന്ന ചേരുവകൾ: ബീഫ് 1 കിലോ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കറിവേപ്പില 2 തണ്ട്, പെരുംജീരകം 1/4 ടീസ്പൂൺ, സവാള 2 എണ്ണം, ആവശ്യത്തിന് ഉപ്പ്. ഒരു കുക്കർ എടുത്ത് ബീഫും മുകളിൽ പറഞ്ഞ ചേരുവകളും ചേർത്ത് വെള്ളമൊഴിക്കാതെ വേവിക്കാൻ വേണ്ടി വെക്കുക. ഇനി മസാലക്ക് വേണ്ടിയുള്ള ചേരുവകൾ: 10-20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി എത്രയധികം എടുക്കുന്നുവോ അത്രയും കറിക്ക് സ്വാദേറും. 2 മുഴുവൻ വെളുത്തുള്ളി, 1 ചെറിയ കഷണം ഇഞ്ചി, കറിവേപ്പില 5 തണ്ട്, അരമുറി തേങ്ങാക്കൊത്ത്. ഞാനിവിടെ ബീഫ് ഉണ്ടാക്കാൻ ഓട്ടുരുളിയാണ് എടുക്കുന്നത്. അതിലേക്ക് 2.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് വഴറ്റുക. ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച തേങ്ങ കൊത്തിട്ട് മൂപ്പിക്കുക. തേങ്ങ കൊത്ത് ചെറുതായി മൂത്തു വരുമ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് നന്നായി വഴറ്റുക. ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് വഴറ്റി 3 സ്പൂൺ ചുവന്ന മുളക് ക്രഷ് ചെയ്തതും 3 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കുക. ഇതിൽ ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച ബീഫിന്റെ വെള്ളം ചേർത്ത് തിളപ്പിക്കുക. ഇനി ആവശ്യമെങ്കിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും ബീഫ് മസാലയും ചേർക്കാം. അതിനുശേഷം നേരത്തെ വേവിച്ചു വെച്ച ബീഫ് കഷണങ്ങൾ ചേർത്ത് നന്നായി ഇളക്കി ചെറുതീയിൽ വേവിച്ചെടുത്ത് മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും ചേർത്തിളക്കി ചൂടോടെ ഉപയോഗിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം പറയണേ.